ഒരു വൈറ്റമിൻ സി, സിങ്ക്, അമ്ല, ടെർമറിക്, ഷുഗറബിൾ ടാബ്ലറ്റ്. നമുക്ക് ഇതിന്റെ പേരിൽ നിന്ന് തന്നെ ഇതിന്റെ ഒരു കണ്ടന്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് ഇന്ന് നമുക്ക് മാർക്കറ്റിൽ വൈറ്റമിൻ സി പ്രൊവൈഡ് ചെയ്യുന്ന ഒരുപാട് പ്രോഡക്റ്റുകൾ നമുക്ക് കിട്ടും. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ചില കാര്യങ്ങളാണ് നമ്മുടെ ഈ ഒരു വൈറ്റമിൻ സി, സിങ്ക്, അമ്ല, ടെർമറിക്, ഷുഗറബിൾ ടാബ്ലറ്റിൽ ഉള്ളത്. ഇത് ഈ ഒരു വൈറ്റമിൻ സി എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി ബൂസ്റ്റിങ്ങിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ടാബ്ലറ്റ് നമുക്ക് ചവച്ചരച്ചുകൊണ്ട് കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഉള്ളതാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു ടാബ്ലറ്റിന് ഓറഞ്ചിന്റെ ഫ്ലേവർ ആണുള്ളത്. നമുക്ക് ഈ വൈറ്റമിൻ സി ടാബ്ലറ്റ് കഴിക്കാനായിട്ട് ഒരു പ്രത്യേക സമയമോ കാരണമോ ഒന്നും തന്നെ വേണ്ട. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇതൊരു സ്വീറ്റ് കഴിക്കുന്ന പോലെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതാണ്. ഇൻഗ്രീഡിയൻസ് നോക്കിയാൽ അമ്ലയാണ് ഒന്നാമത്തേത്, അതായത് നെല്ലിക്ക. ഇത് റിച്ച് ഇൻ ആന്റി ഓക്സിഡന്റ് ആണ്. പ്രായാധിക്യം മൂലമുണ്ടാകുന്ന പ്രശ്നങ്ങൾക്കും അതുപോലെ പ്രായം കൂടി വരുമ്പോൾ നമ്മുടെ ശരീരത്തിലും മറ്റും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്കൊക്കെ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നെല്ലിക്കയുടെ ഒരു ഫീച്ചർ കൊണ്ട് സാധിക്കുന്നുണ്ട്. മറ്റൊന്ന്, ഇത് ഇമ്മ്യൂണിറ്റി സപ്പോർട്ടാണ്. ഈ നെല്ലിക്ക എന്ന് പറയുമ്പോൾ നമുക്ക് ഇമ്മ്യൂണിറ്റി സപ്പോർട്ടാണ്. നമ്മുടെ രോഗപ്രതിരോധ ശേഷിയൊക്കെ വളരെയധികം പ്രാധാന്യമുള്ള ഒരു ഇൻഗ്രീഡിയൻസ് ആണ് ഈ നെല്ലിക്ക എന്ന് പറയുന്നത്. മാത്രമല്ല നമ്മുടെ ലിവറിന്റെ ഹെൽത്ത് ഒന്ന് കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. നെല്ലിക്കയിൽ ഒരുപാട് നാരുകൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡൈജസ്റ്റീവ് സിസ്റ്റം പ്രോപ്പർ ആക്കുന്നതിന് ഒരു സപ്പോർട്ട് തന്നെ ഈ നെല്ലിക്കയുടെ പ്രസൻസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. ബ്ലഡ് ഷുഗർ ഒക്കെ മാനേജ് ചെയ്യുന്നുണ്ട്. ഈ പ്രമേഹ രോഗികൾ നെല്ലിക്ക കഴിക്കുക എന്നത് വളരെയധികം അഡസീവ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെ മറ്റൊരു ഇൻഗ്രീഡിയന്റ് ആണ് ടെർമറിക്, അതായത് മഞ്ഞള്. ഇത് ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, ആന്റി ഓക്സിഡന്റ് ആണ്. അതുപോലെ ജോയിന്റ് ഹെൽത്ത് ഒക്കെ നല്ല രീതിക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ബ്രെയിനിന്റെ ഹെൽത്ത് അതിന്റെ ഫങ്ഷനുകളൊക്കെ എൻഹാൻസ് ചെയ്യുന്നുണ്ട്. ഇതിനു വേണ്ടിയിട്ടൊക്കെ ഈ മഞ്ഞൾ എന്ന് പറയുന്ന ഒരു സംഗതി നമ്മളെ സഹായിക്കുന്നുണ്ട്. മറ്റൊന്ന് സിട്രസ് ബയോഫ്നോയിസർ ആണ്. അതായത് സാധാരണ ഈ സിട്രസ് എന്ന് പറയുന്ന ഒരു കണ്ടന്റ് പലപ്പോഴും നമുക്ക് ലഭിക്കുന്നത് നാരങ്ങയുടെ അല്ലെങ്കിൽ ഓറഞ്ചിന്റെ തൊലികളിൽ നിന്നാണ്. മെയിൻ ആയിട്ട് വൈറ്റമിൻ സി കുറച്ചുകൂടി ആക്റ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ട് ഈ സിട്രസിന്റെ പ്രസൻസ് സാധിക്കുന്നുണ്ട്. ഇത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷനൊക്കെ ആയാലും ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യുന്നതിലും അതുപോലെ നമ്മുടെ സ്കിന്നിന്റെ ഹെൽത്ത് ഒക്കെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഞാൻ പറയുന്നത് ഈ ഒരു പ്രോഡക്റ്റിന്റെ, അതായത് നമ്മുടെ വൈറ്റമിൻ സി എന്ന് പറഞ്ഞ ആ ഒരു പ്രോഡക്റ്റിന്റെ ടേസ്റ്റ് ഓറഞ്ച് ഫ്ലേവർ ആണെന്ന് പറഞ്ഞല്ലോ. അത് ആർക്കും കഴിക്കാവുന്ന ഒരു ഉൽപ്പന്നമാണ്. ഈ ഒരു വൈറ്റമിൻ സിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് ആന്റി അലർജിക് ആണ്. മറ്റൊന്ന്, ഇതിനകത്ത് ഈ ഒരു വൈറ്റമിൻ സിയിൽ അടങ്ങിയിരിക്കുന്നത് സിങ്ക് ആണ്. ഇത് നമ്മുടെ ശരീരത്തിലെ ഏത് രീതിയിലുള്ള മുറിവുകൾ ഉണ്ടായാലും ആ മുറിവ് ഉണങ്ങുന്നതിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് സിങ്ക് എന്ന് പറയുന്നത്. സിങ്കിന്റെ മറ്റൊരു പ്രത്യേകത ഹോർമോണൽ ബാലൻസ് കൊണ്ടുവരിക എന്നുള്ളതാണ്. നമ്മുടെ ശരീരത്തിൽ ഹോർമോൺ ഇൻബാലൻസ് ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. അപ്പൊ ഹോർമോൺ ബാലൻസ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് സിങ്കിന്റെ പ്രസൻസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. നമ്മുടെ ഈ വൈറ്റമിൻ സി എന്ന ഈ ഒരു പ്രോഡക്റ്റ് ഇതിന്റെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് എന്താണ് അടങ്ങിയിരിക്കുന്നത്, വൈറ്റമിൻ സി അതായത് ആന്റി ഓക്സിഡൻസ് ആണ്. അതുപോലെ കൊളാജിൻ, അതായത് നമ്മുടെ സ്കിന്നൊക്കെ അധികം ഡാമേജ് ആകുന്ന രീതിയിലേക്ക് മാറുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഈ കൊളാജിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡാമേജ് ആകാത്ത രീതിയിൽ, അതായത് നമ്മുടെ സ്കിന്നിനൊക്കെ അധികം ഡാമേജുകളൊക്കെ ആവാത്ത രീതിയിലേക്ക് മാറുന്നതിന് സഹായിക്കുന്ന ഒന്നാണ് ഈ കൊളാജിൻ എന്ന് പറയുന്നത്. ഇതിന് ഒരു സപ്പോർട്ടീവ് സിസ്റ്റം ആണ് ഈ കൊളാജിൻസ് എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് വൈറ്റമിൻ സിയുടെ പ്രസൻസ് കൊണ്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അയൺ, അതായത് ഇരുമ്പ്, നമ്മുടെ ശരീരത്തിൽ ഇരുമ്പ് കൃത്യമായിട്ട് ആവശ്യമുണ്ട്. അത് അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യുന്ന ഒന്നാണ് വൈറ്റമിൻ സി. ഈ ഒരു ഉൽപ്പന്നം ഉപയോഗിക്കുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് എന്തൊക്കെ ലഭിക്കും എന്ന് നോക്കിക്കഴിഞ്ഞാൽ, രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുന്നു, ആന്റി ഇൻഫ്ലമേറ്ററി ആണ്, നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന നീർക്കെട്ട് പോലുള്ള കാര്യങ്ങൾ ഇല്ലാതാക്കാൻ സഹായിക്കുന്നു, സ്കിന്നിന്റെ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്നു, നമ്മുടെ കുടലിന്റെ ആരോഗ്യം നല്ല രീതിക്ക് വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് ഡൈജസ്റ്റീവ് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഒഴിവാക്കാനായിട്ട് സഹായിക്കുന്നു, നമ്മുടെ എല്ലുകളുടെ പ്രശ്നങ്ങളെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു, നമുക്ക് ആവശ്യമുള്ള എനർജി, അതായത് നമ്മൾ ചില ദിവസങ്ങളിലൊക്കെ എണീക്കുമ്പോഴത്തേക്ക് ചിലരൊക്കെ പറയുന്നത് ഒരു ഉന്മേഷമില്ല, അല്ല ഒരു എനർജി ഇല്ല എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിനെയൊക്കെ റിഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും സഹായിക്കുന്നുണ്ട്. അതായത് എനർജി നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിന്, നമ്മുടെ ശരീരത്തിന് വേണ്ടുന്ന എനർജി നല്ല രീതിയിൽ കൊണ്ടുവരുന്നതിനും ഈ ഒരു പ്രോഡക്റ്റ്, ഈ ഒരു വൈറ്റമിൻ സി എന്ന് പറയുന്ന ഒരു പ്രോഡക്റ്റ് സഹായിക്കുന്നുണ്ട്. മാത്രമല്ല, ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ സ്കിന്നിന് നല്ല ഗ്ലോ ആക്കി വെക്കാനും ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു പ്രോഡക്റ്റ് ആണ് ഈ വൈറ്റമിൻ സി എന്ന് പറയുന്ന ഒരു ടാബ്ലറ്റ്.